ഒത്തിരി ആവശ്യങ്ങളുടെ മുൻപിൽ ദൈവത്തിൽ ആശ്രയിക്കുവാൻ പഠിപ്പിച്ച ഒരു സങ്കീർത്തനമാണ് 34-ാമത്തെ സങ്കീർത്തനം. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും. സ്തോത്രം. പക്ഷേ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ഇത് ദാവീദിൻ്റെ അനുഭവമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ബാലസിംഹങ്ങൾ വിശന്നിരിക്കുന്നത് അസത്യമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ബാലസിംഹങ്ങളുടെയൊക്കെ വിശപ്പ് അടക്കുന്നത് കൊണ്ടാണ് അത് കാട്ടി നിൽക്കുന്നത്. അല്ലെങ്കിൽ അത് എങ്ങോട്ട് വരും? നാട്ടിലോട്ട് വരും. പ്രൈസ് ദി ലോർഡ്. ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അതിനുള്ള ശക്തി, അതിനുള്ള കഴിവ്, അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവം ബാലസിംഹത്തിന് കൊടുത്തിട്ടുണ്ട്. ഏതു മൃഗത്തെയും വേട്ടയാടി പിടിക്കാനുള്ള കഴിവ്. സ്തോത്രം. അത്രയ്ക്ക് കഴിവും സാമർഥ്യവും അതിനുള്ളത് കൊണ്ടാണ് മൃഗങ്ങളുടെ രാജാവായിട്ട് അതിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. സ്തോത്രം. പക്ഷേ ആ രാജാവ് ഇര കിട്ടാതെ വിശന്നിരിക്കും. പക്ഷെ ഒരു കഴിവുമില്ലാത്ത, ദൈവത്തിൽ ആശ്രയിക്കാൻ മാത്രം അറിയാവുന്ന, തൻ്റെ ഭക്തന്മാരുടെ നന്മയ്ക്ക് ദൈവം മുടക്കം വരത്തില്ലെന്ന് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം അനുഭവിച്ചറിഞ്ഞ ദൈവമക്കൾ ആ കരമൊന്ന് ഉയർത്തിപ്പറ, കർത്താവേ, നിന്നിൽ ആശ്രയിച്ചത് കൊണ്ട് എനിക്കൊരു മുടക്കം വന്നിട്ടില്ല, ഒരു നന്മയ്ക്കും ഇനിയും മുടക്കം വരികയില്ല. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദാവീദിന്റെ ഹൃദയം തകർന്നിട്ടുണ്ട്, മനസ്സ് നുറുങ്ങിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആ സമയത്തെല്ലാം രക്ഷിക്കുന്ന ദൈവത്തെ ദാവീദ് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ മനസ്സ് തകരുന്ന വേളയിൽ, നമ്മുടെ മനസ്സ് നുറുങ്ങുന്ന വേളയിൽ, പ്രൈസ് ദി ലോർഡ്, ആ മനസ്സിനൊക്കെ ആശ്വാസവും വിടുതലും നൽകി തന്നത് നമ്മുടെ കർത്താവാണ്. സ്തോത്രം. ഇന്ന് പകലും മനസ്സ് തകർന്നവരായി, ഹൃദയം നുറുങ്ങിയവരായി, സ്തോത്രം, ആരെങ്കിലും ഈ ആരാധനയിൽ സംബന്ധിക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ഈ വചനത്തിലൂടെ പറയുകയാണ്, ഞാൻ അവരെ രക്ഷിക്കുന്ന ദൈവമാണ്. ഏത് കാരണമാണ് നിന്റെ മനസ്സ് തകരാൻ പുറകിൽ, നിന്റെ ഹൃദയം ഉടഞ്ഞു പോകാൻ, നിന്റെ ഹൃദയ സന്തോഷം ഇല്ലാതെയായി പോകുവാൻ ഏത് വിഷയമാണ്, ആ വിഷയത്തിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കുന്ന ദൈവമാണെന്ന് കർത്താവ് ഇന്ന് പകൽക്കാലം ഈ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദാവീദ് ജീവിതം നേരിട്ട അനർത്ഥങ്ങൾ എണ്ണിയാൽ തീരുന്നതിലധികമാണ്. പ്രൈസ് ദി ലോർഡ്. ചിലതൊക്കെ മാത്രമേ ദാവീദ് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. സിംഹവും കരടിയും, പ്രൈസ് ദി ലോർഡ്, ഇതൊക്കെ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. എന്നാൽ ദാവീദ് പറയുകയാണ്, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. പ്രൈസ് ദി ലോർഡ്. അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നീ അനുഭവിക്കുന്ന, നീ കടന്നു പോകുന്ന ഏത് പ്രതിസന്ധിയുടെ നടുവിലും അവിടെയെല്ലാം നിന്റെ കൂടെ നിൽക്കുന്ന ഒരു ദൈവം തമ്പുരാനുണ്ട്. ഒരനർത്ഥത്തിൽ ദൈവം മാറിയിരുന്നുവെങ്കിൽ, ഹല്ലേലൂയ, കഴിഞ്ഞ ഒരാഴ്ചയിൽ ഒരനർത്ഥത്തിൽ ദൈവം നിന്റെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ നീ തകർന്നു പോയേനെ. നിന്റെ അസ്ഥികൾ ഒടിയാൻ അനുവദിക്കാതെ വണ്ണ, ഒരു പോറൽ പോലും ഏൽക്കാതെ നിന്നെ പരിപാലിച്ചത് എന്റെ ദൈവത്തെ ഇന്ന് പലകാലം ഹൃദയം തുറന്ന സ്തോത്രം പറ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ദൈവം നമ്മുടെ കൂടെ നിൽക്കണമെങ്കിൽ നമുക്കൊരു അടിയുറച്ച തീരുമാനം ഉണ്ടായിരിക്കണം. ദൈവം നമ്മുടെ കൂടെ നിൽക്കണമെങ്കിൽ നമുക്ക് ഉറപ്പേറിയ ഒരു തീരുമാനം ഉണ്ടായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഈ 34-ാമത്തെ സങ്കീർത്തനത്തിൽ 22 വാക്യങ്ങളുണ്ട്. ഈ 22 വാക്യങ്ങളിലും പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും ദാവീദിന്റെ ജീവിതത്തിൽ നിറവേറാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ 1-ാമത്തെ വാക്യമാണ്. വായിച്ചേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഒന്നും കൂടെ വായിച്ച വാക്യം. സ്തോത്രം.
ഇത് ദാവീദിന്റെ ഒരു തീരുമാനമാണ്. ദാവീദിന്റെ ഒരു തീരുമാനം, ഉറച്ച തീരുമാനമാണ്. ഞാൻ യഹോവയെ എല്ലാ കാലത്തും ഞാൻ വാഴ്ത്തും. എല്ലാ രാവിലെയും നല്ല അതിൻ്റെ അർത്ഥം. സ്തോത്രം. ഏത് സീസണിലും ഞാൻ യഹോവയെ വാഴ്ത്തും. ഞാൻ വീണാലും ഞാൻ എഴുന്നേറ്റാലും, രോഗിയായി കിടന്നാലും ഞാൻ സൗഖ്യത്തോടെ എഴുന്നേറ്റാലും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലുണ്ടായിരിക്കും. സ്തോത്രം. ഇത് ദാവീദിന്റെ ഒരു ഡിസിഷനാണ്, ഉറപ്പേറിയ ഒരു തീരുമാനമാണ്. സ്തോത്രം. നമുക്കും ദൈവസന്നിധിയിൽ ഇതുപോലൊരു തീരുമാനം ഉണ്ടാകണം. പലപ്പോഴും നമ്മൾ ഇവിടെയൊക്കെ അങ്ങ് സ്ലിപ്പായി പോകുന്ന മേഖലയാണ്. എത്രയോ അനുഭവങ്ങളുണ്ടല്ലേ. സ്തോത്രം. ദൈവത്തെ പാടാൻ പറ്റാതെ എല്ലാവരും ദൈവത്തെ ആരാധിക്കുമ്പോൾ തല കുനിഞ്ഞിരിക്കുന്നവരൊക്കെ ഇല്ലേ? എല്ലാവരും ദൈവത്തെ സന്തോഷത്തോടെ ആരാധിക്കുമ്പോൾ കുനിഞ്ഞിരിക്കുക. എന്നാ കാരണം? ഭയങ്കര നിരാശ. സ്തോത്രം. ഭയങ്കര നിരാശ. എനിക്കൊന്നും അങ്ങനെ ആരാധിക്കാൻ പറ്റത്തില്ല പാസ്റ്ററെ, എൻ്റെ അവസ്ഥ അങ്ങനെയാണ്, ഇവിടെ വന്നല്ലോ അതുതന്നെ ഭാഗ്യം എന്നൊക്കെയാണ് പലരും പറയുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ദാവീദിന്റെ തീരുമാനം കേട്ടോണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. എൻ്റെ തല കുനിഞ്ഞിരിക്കേണ്ട അനുഭവം വന്നാലും, പ്രൈസ് ദി ലോർഡ്, തല ഉയർന്നു നിൽക്കേണ്ട അനുഭവം വന്നാലും ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. പ്രൈസ് ദി ലോർഡ്. ആട്ടിൻകൂട്ടമായി കാട്ടിലിരിക്കുമ്പോൾ ഈ ആരാധനയ്ക്ക് ദാവീദ് മുമ്പിലുണ്ട്. രാജസിംഹാസനത്തിലിരിക്കുമ്പോൾ, രാജാവായിരിക്കുമ്പോൾ ആരാധനയ്ക്ക് അവൻ മുമ്പിലുണ്ട്. അവന്റെ അടിയുറച്ച തീരുമാനമാ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. പത്ത് കാശ് കയ്യിൽ വന്നിട്ട് ദൈവത്തെ ആരാധിക്കുന്നല്ല. സ്തോത്രം. അല്ലേ? അല്പം കാശ് നല്ലപോലെ കയ്യിൽ വന്നാൽ അന്ന് ആരാധനയിൽ ഞാൻ ഒന്നാമൻ. ഒരു കാശും കയ്യിലില്ലെങ്കിൽ ഞാൻ ഏറ്റവും പുറകിൽ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വാടിയ മുഖത്തോടെ, സ്തുതിക്കാൻ പറ്റാതെ, ആരാധിക്കാൻ പറ്റാതെ, തളർന്ന് ക്ഷീണിച്ചിരിക്കുന്ന ഒരനുഭവം. പ്രൈസ് ദി ലോർഡ്. അതിൽ നിന്നും മാറി ദൈവാത്മാവെന്ന് പോലെ കാലം പറയുകയാ. പ്രൈസ് ദി ലോർഡ്. അഗ്നി സമാനമായ ശോധനകൾ നിന്റെ മുൻപിൽ വന്നാലും അഗ്നിയുടെ മുമ്പിൽ നിന്ന് നീ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകണം. പെരുവെള്ളത്തിന് സമാനമായ വിഷയം നിന്റെ മുമ്പിൽ വന്നാലും നീ ആ പെരുവെള്ളത്തിന്റെ മുമ്പിൽ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകണം. സിംഹാസനത്തിലല്ല ആരാധന, തടവറയിൽ നീ ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. ഇങ്ങനെ തീരുമാനമുള്ളവരാണ് ഉയർച്ചകളിലേക്ക് എത്തുന്നത്. ഇതുപോലെ അമ്മ ഹൃദയത്തിൽ തീരുമാനമെടുത്തവരാ ഉറച്ചു നിൽക്കുന്നത്. അവരെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. ദാവീദ് ആട്ടിൻ തൊഴുത്തിൽ ഒതുങ്ങേണ്ടവനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവിടം വിട്ട് എങ്ങോട്ട് പോകാനാ? അവിടെ ആ ഒരു മേഖല വിട്ട് ദാവീദ് എങ്ങോട്ട് പോകാനാ? ഒരിക്കലും പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഡിസിഷനാണ് നമ്മളെ അതിരു മാറ്റുന്നത്. പ്രൈസ് ദി ലോർഡ്. ദാവീദ് എടുത്ത തീരുമാനമാണ്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. ഇതിൻ്റെ ഹെഡിങ് ഒക്കെ വളരെ അമ്പരിപ്പിക്കുന്നതാണ്. പൊട്ടൻ ചമയ അഭ്രാന്തനായിട്ട് അഭിനയിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിൽക്കാൻ നിർവാഹമില്ലാതെ, പ്രൈസ് ദി ലോർഡ്, പിടിക്കപ്പെടുമെന്ന് ചിന്തിക്കുന്ന മേഖലകളിലെല്ലാം ദാവീദിന്റെ തീരുമാനമാ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. പ്രൈസ് ദി ലോർഡ്. സമ്പത്ത് വർദ്ധിച്ചാലും ഈ തീരുമാനം ഉണ്ടാക്കണം. കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിച്ചോണം കേട്ടോ. നിങ്ങളുടെയൊക്കെ അവസ്ഥകൾ ദൈവം മാറ്റും. സഭാമക്കളോട് പറയാം, നിങ്ങളുടെയൊക്കെ കുടുംബത്തിൻ്റെ അവസ്ഥകൾ മാറും. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങൾക്ക് ദീർഘായുസ്സ് നൽകി തരും.
കണ്ണുനീരോടെ വിതച്ചതൊക്കെ നിങ്ങൾ ആർപ്പോടെ ഈ തലയിൽ തന്നെ കൊയ്യും. ഇവിടെ തന്നെ നിങ്ങൾ കൊയ്യും. ഹല്ലേലൂയ. കരം കൊണ്ട് എടുക്കേണ്ടതിനെ കരം കൊണ്ട് എടുപ്പിക്കും ദൈവം തമ്പുരാൻ. കണ്ണുകൊണ്ട് കാണിക്കേണ്ടതിനെ ദൈവം കണ്ണുകൊണ്ട് തുറന്ന് കാണിപ്പിക്കും. നിന്റെ ചെവി കൊണ്ട് കേൾക്കേണ്ടത് ദൈവം തമ്പുരാൻ നിന്റെ ചെവി കൊണ്ട് കേൾപ്പിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആട്ടിൻ തൊഴുത്തിൽ ഒതുങ്ങിപ്പോകേണ്ടവൻ ഈ തീരുമാനത്തിന് മുമ്പിലാ രാജസിംഹാസനത്തിലേക്ക് ഉയർന്നു വന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അല്ലേ? പത്രോസൊക്കെ കടൽത്തീരം വിട്ടു പോകത്തില്ലായിരുന്നു. പത്രോസോട് ചോദിക്കുക, ഈ കടൽത്തീരം വിട്ട് കുറച്ച് മുമ്പോട്ട് ഞാൻ വരത്തില്ല. ഇവിടെ ഈ കടൽത്തീരത്ത് താമസിക്കുന്നവരോട് എറണാകുളത്തോ അല്ലെങ്കിൽ ഹൈറേഞ്ചിലോട്ട് പോകാൻ പറഞ്ഞാൽ നമ്മൾ പോകുമോ? ഒരിക്കലും പോകത്തില്ല. ഇവിടെയാണ് കടലും മണലും, കടലും മണലും കടൽക്കാറ്റും. അത്രയേ ഉള്ളൂ. സ്തോത്രം. അതാണ് അവരുടെ അതിര്. പത്രോസിൻ്റെ അതിര് അതാണ്. സ്തോത്രം. പത്രോസിൻ്റെ അതിര് അതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ പത്രോസിനോട് കർത്താവ് പറഞ്ഞത്, ലോകം മുഴുവൻ നീ എൻ്റെ സാക്ഷിയാകണം. അതിര് ഞാൻ മാറ്റും. പ്രൈസ് ദി ലോർഡ്. പത്രോസ് എടുത്ത ഡിസിഷനാ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നമ്മളെടുക്കുന്ന തീരുമാനമാണ് നമ്മുടെ അതിര് മാറ്റുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവാത്മാ പറയുകയാണ്, അമ്മേ, ഹൃദയത്തിനകത്ത് ഒരു ഉറച്ച തീരുമാനം എടുക്കണം. ഞാൻ ഇവിടം കൊണ്ട് ഒതുങ്ങത്തില്ല. ഹല്ലേലൂയ. പിശാചി എന്നെ എത്ര ഒതുക്കാൻ ശ്രമിച്ചാലും ഹല്ലേലൂയ ഞാൻ തളരത്തില്ല. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവം പറയുന്നത് പോലെ ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും. അമ്മ, ലോകം പറയുന്നത് പോലെയല്ല, എൻ്റെ രോഗം പറയുന്നത് പോലെയല്ല, വൈദ്യശാസ്ത്രം പറയുന്നത് പോലെയല്ല, അമ്മ, ദുഷ്ടനായ പിശാചി പറയുന്ന പോലെയല്ല. എന്റെ ദൈവം തരുന്ന നിയോഗം അനുസരിച്ച് ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. ഒരിക്കൽ പോലും പരിധി മാറത്തില്ലെന്നും ഒരു ഉയർച്ച കിട്ടത്തില്ലെന്നും പറഞ്ഞ വ്യക്തിയായിരുന്നു മോശ. സ്തോത്രം. നമുക്കെല്ലാവർക്കും അറിയാം മോശയെ കുറിച്ച്. സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവർ വരെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇസ്രായേലിൻ്റെ രക്ഷകൻ, ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരനായ മോശ, സ്തോത്രം, ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരനായി, ഇസ്രായേൽ ജനത്തിൻ്റെ നായകനായി അവരുടെ മുമ്പിൽ നടക്കാൻ കാരണം എന്നറിയാവോ? ചിലരുടെ തീരുമാനമാണ്. പ്രൈസ് ദി ലോർഡ്. ചിലരുടെ തീരുമാനത്തിൻ്റെ ശക്തി ചെറുതല്ല, തീരുമാനത്തിൻ്റെ ശക്തി വലുതാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ വചനം ധ്യാനിച്ചപ്പോൾ, സ്തോത്രം, 6 പേരാണ് മോശയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി തീരുമാനമെടുത്തത്. മോശയെ ഇസ്രായേൽ ജനത്തിൻ്റെ നായകനായി ഇപ്പോൾ മോശ മുമ്പിൽ നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ മോശ നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. ചെങ്കടലിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ വടി കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കരുത്തനായ നേതാവിനെ കണ്ടോ? സ്തോത്രം. ആ മോശ അങ്ങനെ വളരാനും വലുതാകാനുമുള്ള കാരണം ചിലരുടെ ഡിസിഷനാണ്. സ്തോത്രം. തീരുമാനങ്ങളൊക്കെ അനുകൂല സാഹചര്യങ്ങളെ നോക്കിയല്ല. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും അനുകൂല സാഹചര്യങ്ങളിലും നമ്മൾ എടുക്കുന്ന തീരുമാനം അതിന് വളരെ വലുതുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഒന്നാമത് ഒന്ന് ചിന്തിച്ചേ. മോശയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഒന്നാമത് തീരുമാനമെടുത്തത്, ആമേൻ, സ്തോത്രം, ആമേൻ, പ്രൈസ് ദി ലോർഡ്, സൂതികർമ്മിണികളാണ്. സ്തോത്രം. ശില്പയും പൂവായും. സ്തോത്രം. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിച്ച് 17 വരെ. ആ ആ ആ ആ ആ ആ
സ്തോത്രം. ഫറവോന്റെ കൽപ്പന മിസ്രൈം ദേശത്തെങ്ങും മുഴങ്ങി. ഇസ്രായേലിയ കുടുംബത്തിൽ ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ മുഴുവൻ എന്ത് ചെയ്യണം? കൊന്നുകളയണം. സ്തോത്രം. ആ ശുശ്രൂഷ ഏൽപ്പിച്ചത് ആരെയാണ്? സൂതി കർമ്മിണികളെയാണ്. സൂതി കർമ്മിണികളെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഒരു വാർത്ത ആ ദേശത്തെ മുഴങ്ങിയ സമയത്ത് എല്ലാ സ്ത്രീകളുടെയും ഉള്ളിൽ ഒരു ഭയം നിഴലിട്ടു. അവരുടെ പ്രാർത്ഥനാ വിഷയം, അന്നത്തെ മിസ്രൈമിലുള്ള ഇസ്രായേൽ സ്ത്രീകളുടെ പ്രാർത്ഥനാ വിഷയം എന്നറിയാവോ? ഞങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞ് ആൺകുഞ്ഞാകരുതേ, ഒറ്റ ആൺകുഞ്ഞ് ഞങ്ങൾക്ക് ജനിക്കരുത്. ഇതായിരുന്നു അവരുടെ പ്രാർത്ഥനാ വിഷയം. അങ്ങനെ ആൺകുഞ്ഞ് ജനിച്ചാൽ അവരെന്ത് ചെയ്യും? അവരെ കൊന്നുകളയും. സ്തോത്രം. കൊന്നുകളയാൻ സൂതികർമ്മികളായ ശിപ്ര, പൂവ എന്നിവരെ ഫറവോൻ ഏൽപ്പിച്ചു. ഇവരുടെ കൺട്രോളിലാണ് സകല പ്രസവവും നടക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അമ്മയ്ക്കറിയത്തില്ല എൻ്റെ വയറ്റിലുള്ള കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന്. സ്തോത്രം. ഇന്നാണെങ്കിൽ അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇന്നറിയാം. പണ്ടൊന്നും അതിനുള്ള സജ്ജീകരണങ്ങളൊന്നും വന്നില്ലായിരുന്നു. ഇതിന് ശേഷമാണ് അറിയുന്നത് ഇതാണാണെന്നും പെണ്ണാണെന്നും. സ്തോത്രം. പക്ഷേ ഈ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ആദ്യം ഇതാണാണോ പെണ്ണാണോ എന്ന് അറിയുന്ന ആരാ? സൂതികർമ്മികളാണ്. അമ്മ പോലും അറിയുന്നില്ല ആ സമയം. സ്തോത്രം. ആ പ്രസവ ശൈലിയിൽ തന്നെ ആണാണെന്നറിഞ്ഞാൽ ഈ സൂതികർമ്മികൾ എന്ത് ചെയ്യണം? അവരെ കൊന്നുകളയണം. ഇതാണ് രാജാവിൻ്റെ ഓർഡർ. പ്രൈസ് ദി ലോർഡ്. ഈ സമയത്താണ് മോശയുടെ ജനനം. ഈ സമയത്താണ് മോശയുടെ ജനനം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സൂതികർമ്മിണികൾ കണ്ടു ഇതാരാ? ആൺകുഞ്ഞാണ്, കൊല്ലണമെന്ന ഓർഡർ. പക്ഷേ അവരൊരു തീരുമാനമെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ എന്ത് ചെയ്തില്ല? ഞങ്ങൾ കൊല്ലത്തില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ചില തീരുമാനം എടുത്തത് കൊണ്ടാണ് മോശ ഇന്ന് ജീവിച്ചത്. ഇന്നിവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും അമ്മയുടെ പുറത്ത്, അമ്മ ഉദരത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വരാൻ കാരണം ചിലരുടെ തീരുമാനം. ആ തീരുമാനം തെറ്റിപ്പോയായിരുന്നെങ്കിൽ നമ്മളിവിടെ കാണത്തില്ലായിരുന്നു. കാണുമായിരുന്നോ? കാണത്തില്ലായിരുന്നു. അവർക്ക് ശമ്പളം കിട്ടുന്നതാ. ആൺകുഞ്ഞാന്ന് കണ്ട അപ്പടെ ഒരു ഞെക്ക്, അപ്പടെ തീർന്നു. ഒരു ചെറിയ ശിശുവിനെ കൊല്ലാൻ എത്ര താമസം വേണം? ഒരു ചെറിയ ഞെക്ക്, അന്നേരം തീരും. പക്ഷെ ദൈവം തമ്പുരാനോട് പറഞ്ഞു, നിങ്ങൾ എന്നെ ഭയപ്പെട്ട് തീരുമാനമെടുത്തോണം, ഈ കുഞ്ഞിനെ നശിപ്പിക്കരുത്. പ്രൈസ് ദി ലോർഡ്. എത്ര ഡോക്ടർമാർക്ക്, എത്ര നേഴ്സുമാർക്ക്, എത്ര വൈറ്റാട്ടിമാർക്ക്, സൂതികർമ്മിണികൾക്ക് അബദ്ധം പറ്റി എത്ര കുഞ്ഞുങ്ങൾ പൊരിഞ്ഞു പോയിട്ടുണ്ടല്ലേ? പ്രൈസ് ദി ലോർഡ്. അവരുടെ അശ്രദ്ധ നിമിത്തം എത്ര കുഞ്ഞുങ്ങൾ ജനിക്കാതെ പോയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ശുശ്രൂഷ ചെയ്യുമ്പം പറ്റിയ ചെറിയ പെശക്ക് നിമിത്തം തലതിരിഞ്ഞു പോയ എത്രയോ മക്കളുണ്ട്. അംഗവൈകല്യം സംഭവിച്ച എത്രയോ പേരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും അമ്മയുടെ ഉദരത്തിൽ മെടഞ്ഞ സമയത്ത് തന്നെ ദൈവം തമ്പുരാൻ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവത്തിൻ്റെ മുൻനിർണയം ഉണ്ടായിരുന്നത് കൊണ്ട് എവിടെയൊക്കെ വെച്ച് നീ തകർന്നു പോകാമോ അവിടെയെല്ലാം നിന്നെ സംരക്ഷിക്കാൻ ചിലരെ ദൈവം തീരുമാനമെടുക്കാൻ കർത്താവ് ഏൽപ്പിച്ചത് കൊണ്ടാണ് ഇന്ന് പകൽ നമ്മളുടെ ജീവനോടെ ഇരിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. എൻ്റെ ഭാര്യ അമ്മയുടെ ഉദരത്തിൽ 9 മാസം പ്രായമായിരിക്കുന്ന സമയത്ത് ഒരു നിമിഷം നോക്കുമ്പം കൊച്ച് വയറ്റിൽ അനക്കമില്ല. ഡോക്ടർ പരിശോധിച്ചു, അനക്കമില്ല, മരിച്ചു. സ്തോത്രം.
തലേദിവസത്തെ പരിശോധനയിൽ കുഞ്ഞിന് അനക്കമില്ലാത്തത് കൊണ്ട് പറഞ്ഞു, ഇന്ന് രാത്രിയിൽ ഒരു ഇഞ്ചക്ഷനുണ്ട്, ഇതിനെ നശിപ്പിച്ച് കളയുന്ന ഇഞ്ചക്ഷൻ. ആ ഇഞ്ചക്ഷനും സൂചിയെല്ലാം മേടിച്ച് വെച്ചോണം, നാളെ രാവിലെ ആ ശുശ്രൂഷ ചെയ്യാൻ പോകുക എന്ന് പറഞ്ഞു. സ്തോത്രം. ഇഞ്ചക്ഷനുള്ള സൂചിയും മരുന്നെല്ലാം മേടിച്ച് വെച്ചു. സ്തോത്രം. തലേ ദിവസം കിടന്നുറങ്ങുക, അടുത്ത പ്രഭാതത്തിൽ വയറ്റിലുള്ള കുഞ്ഞിനെ കളയാൻ വേണ്ടി. സ്തോത്രം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അന്ന് രാത്രി പെട്ടെന്ന് വയറിനകത്തൊരു കുതിപ്പ്. സ്തോത്രം. ഉടനെ നേഴ്സിനെ വിളിച്ചു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടത് കൊണ്ടാണ് എൻ്റെ ഭാര്യ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവം തമ്പുരാൻ നമുക്കില്ലായിരുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നമ്മൾ ഇന്ന് മൗനവാസം ചെയ്യുമായിരുന്നു. ആശുപത്രി കിടക്കയിൽ നിന്നെ ശുശ്രൂഷിച്ച വൈദ്യന്മാരുടെയും ഡോക്ടർമാരുടെയും കഴിവല്ല, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിർണയം നിവർത്തിയാകേണ്ടതിന് ഒരു ശക്തമായ തീരുമാനമെടുക്കാൻ, ശക്തമായ ഡിസിഷൻ എടുക്കാൻ ദൈവത്തിൻ്റെ ആത്മാവാണ് അവിടെ പ്രവർത്തിച്ചത്. സ്തോത്രം. അവർ ദൈവത്തെ ഭയപ്പെടുക നിമിത്തം ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ വെച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ മോശ ജനിക്കാൻ, വളരാൻ ആദ്യമായി തിരഞ്ഞെടുത്ത ആരാ? സൂതികർമ്മിണികളാ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ മോശ ജനിച്ചു. സ്തോത്രം. ആമേൻ. മോശ വളരാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വളർന്നിരിക്കുന്ന വരുന്ന സമയത്ത്, സ്തോത്രം, ആമേൻ, സൂതികർമ്മിണികളെ നിർത്തിയിട്ടും ഇവരുടെ ജനനം തടയാൻ പറ്റുന്നില്ല എന്ന് ഫറവോൻ കണ്ടപ്പോൾ രണ്ടാമത് ഫറവോൻ ഒരു നിയമം കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് കൊണ്ട് നിയമം എന്നറിയാവോ? സ്തോത്രം. അത് വായിച്ചേ. സ്തോത്രം. അതിൻ്റെ സ്തോത്രം 22-ാമത്തെ വാക്യം. ആ ആ ആ ആ സ്തോത്രം. ജനനത്തിങ്ക കൊല്ലാൻ പറ്റിയില്ല. പ്രൈസ് ദി ലോർഡ്. നീ ജനിച്ചു, പക്ഷെ ഈ കുഞ്ഞു വളർന്നു വരുമ്പോൾ എല്ലാ വീടുകളിലും സൈന്യത്തെ അയച്ചിട്ട് പറയുകയാണ്, സൂതികർമ്മിണികൾ ഇവരെ കൊല്ലുന്നില്ല. അതുകൊണ്ട് ധാരാളം ആൺകുഞ്ഞുങ്ങൾ മിസ്രൈമ്യ പാളയത്തിൽ ഇസ്രായേലിയ കുടുംബത്തിൽ ജനിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് എല്ലാ ആൺകുഞ്ഞുങ്ങളെയും എന്ത് ചെയ്യണം? പിടിച്ചോണ്ട് വന്നിട്ട് എന്ത് ചെയ്യണം? നൈൽ നദിയിൽ ഇട്ട് കൊടുക്കണം. സ്തോത്രം. നൈൽ നദിയിൽ ഇട്ട് കൊടുക്കണം. നൈൽ നദി എന്ന് പറഞ്ഞാൽ മിസ്രൈമിലെ ഒരു ദേവതയാണ്. സകല പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്യുന്ന നൈൽ ദേവത ഇളകി മറിഞ്ഞു നിൽക്കുകയാണ്. ദൈവജനത്തിന്റെ കുഞ്ഞുങ്ങളുടെ രക്തം കുടിക്കാൻ. ഹല്ലേലൂയ. സ്തോത്രം. നൈൽ ദേവത ഇങ്ങനെ ഇളകി മറിഞ്ഞു നിൽക്കുന്ന സമയത്ത്, സ്തോത്രം, എല്ലാ അമ്മമാരും കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി ഇട്ടു. പക്ഷേ മോശയുടെ അമ്മ ഒരു തീരുമാനമെടുത്തു. രണ്ടാമത് മോശയ്ക്ക് വേണ്ടി തീരുമാനമെടുത്ത ആരെന്നറിയാവോ? മോശയുടെ അമ്മയാണ്. പ്രൈസ് ദി ലോർഡ്. മോശയുടെ അമ്മ. സ്തോത്രം. എൻ്റെ കുഞ്ഞ്, ആമേ, എൻ്റെ കുഞ്ഞിനെ ഞാൻ എന്ത് ചെയ്യത്തില്ല? ഈ നൈൽ നദിയിൽ ഇട്ടു കൊടുക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പ്രതികൂലങ്ങൾ നിന്റെ പൈതലിന് നേരെ ആർത്തലച്ചാലും, പ്രൈസ് ദി ലോർഡ്, ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം പറയുകയാ, ശത്രുവിന്റെ ഇഷ്ടത്തിന് നിന്റെ കുഞ്ഞിനെ നീ ഏൽപ്പിച്ചു കൊടുക്കരുത്. ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവത്തിന്റെ മുമ്പിൽ നീ ഒരു തീരുമാനമെടുക്ക്. രാജാവിന്റെ മുമ്പിലും ഈ നൈൽ നദിയുടെ മുമ്പിലും ദൈവം തീരുമാനമെടുക്ക്. എന്റെ കുഞ്ഞിനെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവളെടുത്ത തീരുമാനമാ, 3 മാസം ഞാൻ ഈ കൊച്ചിനെ എന്ത് ചെയ്യുക? ഞാൻ ഈ കൊച്ചിനെ ഒളിപ്പിക്കും. നൈൽ ദേവത കാണാതെ ഒരു പൊടി രക്തം പോലും ആ നദിയിൽ വീഴാതെ എന്റെ കുഞ്ഞിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ ഈ കുറുപ്രാവിനെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഒളിപ്പിച്ചു വയ്ക്കും.
ഇന്ന് പലകാലം എല്ലാ മാതാപിതാക്കളോട് പറയാൻ കർത്താവ് തന്ന വചനമാ, നിന്റെ ദൈവം നിനക്ക് ദാനമായി തന്ന ആൺകുഞ്ഞാണെങ്കിലും പെൺകുഞ്ഞാണെങ്കിലും യേശുവിന്റെ രക്തത്തിന്റെ മറവിൽ ആ കുഞ്ഞിനെ നീ മറച്ചു വയ്ക്കണം. മറച്ചു വയ്ക്കണം കേട്ടോ, മറച്ചു വയ്ക്കണം. ചില ശക്തികളൊക്കെ അതിനെ അമർത്തി കടിച്ചു കീറാൻ, അതിനെ ഒതുക്കി കളയാൻ, കലിതുള്ളി നിൽക്കുന്ന ഈ സാഹചര്യങ്ങളിൽ, വിഴുങ്ങാൻ ഭാവിക്കുന്ന ഈ സാഹചര്യങ്ങളിൽ നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഇന്ന് പകൽക്കാല ദൈവസന്നിധി ഒരു തീരുമാനമെടുക്കണം. വിട്ടുകൊടുക്കത്തില്ലെന്ന് മോശയുടെ അമ്മ തീരുമാനമെടുത്തു. അവളെ കൊച്ചിനെ ഒളിപ്പിക്കാൻ തുടങ്ങി. ഒളിപ്പിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മളെ പോലെയുള്ള വീടും ചുറ്റുപാടും ഓർക്കില്ല, അടിമകളാണ്, അടിമകളാ. ഉറങ്ങാൻ പോലും നല്ലൊരു സ്ഥലം അവർക്കില്ല. ഹല്ലേലൂയ, സ്തോത്രം. അർദ്ധരാത്രിക്കാണെങ്കിൽ അർദ്ധരാത്രിക്ക് ഫറവോൻ വിളിച്ച് അപ്പോഴേ ചാടി എഴുന്നേറ്റ് ജോലിക്ക് പോകണം. അടിമകളാ. സ്തോത്രം. ഒളിപ്പിക്കാൻ വലിയ സാഹചര്യങ്ങളൊന്നുമില്ല, പക്ഷേ ആ തീരുമാനത്തിന് മുമ്പിൽ അവൾ വില കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ആ തീരുമാനത്തിന് മുമ്പിൽ ആ കൊച്ചിനെ ഒളിപ്പിക്കാൻ അവൾ പരമാവധി ശ്രമിച്ചു. അങ്ങനെ 3 മാസം വരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒളിപ്പിക്കാൻ പറ്റുള്ളൂ. കാരണം കൊച്ചിനെ ദൈവം വളർത്തിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൊച്ചിനെ ദൈവം വളർത്തിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അതിനുശേഷം അവളെടുത്ത രണ്ടാമത്തെ ഒരു തീരുമാനമാണ്. ഒന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഒളിപ്പിക്കും. രണ്ടാമത് പറഞ്ഞു ഇനി ഒളിപ്പിക്കാൻ പറ്റാതെ വന്നു പറഞ്ഞു ഞാൻ എന്ത് ചെയ്യും? ഒരു ഞാങ്ങണപ്പെട്ടകം വാങ്ങി അതിൻ്റെ അകത്തും പുറത്തും പശയും കീലും തേച്ച് എൻ്റെ കൊച്ചിനെ ഞാൻ അതിനകത്ത് കിടത്തും. പ്രൈസ് ദി ലോർഡ്. ഈ അമ്മയുടെ തീരുമാനം കണ്ടോ? സ്തോത്രം. ദൈവമക്കളെ, ചിലതൊക്കെ നമ്മുടെ കയ്യിൽ ഒതുങ്ങാതെ വരും കേട്ടോ. 3 മാസം കയ്യിൽ ഒതുങ്ങി. അമ്മ അതിനെ ഒളിപ്പിച്ചു. ഏതെല്ലാം രീതിയിൽ കരഞ്ഞ് ആ കൊച്ചിന് കരയാൻ സ്വാതന്ത്ര്യമില്ല. കരഞ്ഞ വാപത്തു. ചിരിക്കാൻ സ്വാതന്ത്ര്യമില്ല. ചിരിച്ചാൽ വാപത്തും. ഇങ്ങനെയൊക്കെ അവൾ ആ കൊച്ചിനെ 3 മാസം ഒളിപ്പിച്ചു. 3 മാസം കഴിഞ്ഞപ്പോഴേക്ക് അവൾ മടങ്ങുക, കൈവിടപ്പെട്ടു പോകുക. ഇനി എനിക്ക് ഒളിപ്പിക്കാൻ പറ്റത്തില്ല, എനിക്ക് കഴിവില്ല, എൻ്റെ കുഞ്ഞിനെ വളർത്താൻ എനിക്ക് ആസ്തിയില്ല, ഞാൻ ഏകയാ, ഞാൻ എന്ത് ചെയ്യണം എന്നവൾ ഭാരപ്പെട്ടപ്പോൾ ദൈവാത്മാവ് കൊടുത്ത തീരുമാനം അവൾ ഏറ്റെടുത്തു. ഞാനൊരു ഞാങ്ങണ പെട്ടകം വാങ്ങും. ഈ പെട്ടകം യേശു ക്രിസ്തുവിന്റെ നിഴലാണ്. ഹല്ലേലൂയ. നിന്റെ വിഷയം നിനക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, നിന്റെ കുഞ്ഞിന്റെ വിഷയത്തിൽ നിനക്ക് ഇടപെടാൻ കഴിയുന്നില്ലെങ്കിൽ, നിന്റെ കയ്യിൽ ഒതുങ്ങുന്നില്ലെങ്കിൽ, അതിനുള്ള ശേഷി നിനക്കില്ലെങ്കിൽ, ഇത്രയും കാലം നീ കൊണ്ടു നടന്നു, ഇനി നിനക്ക് കൊണ്ടു നടക്കാൻ കഴിയാതെ വരുന്നെങ്കിൽ ആ പെട്ടകത്തിലേക്ക് ഇന്ന് പോയേക്കാൻ നിന്റെ കുഞ്ഞിനെ ഏൽപ്പിക്കാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഒരു നൈൽ നദിയും ഈ പെട്ടകം മുക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു നൈൽ ശക്തിക്കും ക്രിസ്തുവാകുന്ന പെട്ടകത്തെ മറിക്കാൻ പറ്റത്തില്ല. ആ പെട്ടകത്തിൽ നിന്റെ കുഞ്ഞ് സുരക്ഷിതമായിരിക്കും. ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ തലമുറയെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. എങ്ങനെ എവിടെയെന്ന് ചിന്തിക്കണ്ട. ഹല്ലേലൂയ. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക്, ക്രിസ്തുവാകുന്ന പെട്ടകത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ആ പെട്ടകം നിന്റെ കുഞ്ഞിന് വേണ്ടിയും നിനക്ക് വേണ്ടിയും കരുതിക്കൊള്ളൂ. ഹല്ലേലൂയ. ഈ തീരുമാനമൊക്കെ ഇച്ചിരി റിസ്ക് ഉള്ള തീരുമാനമാകട്ടോ. റിസ്ക് ഉള്ള തീരുമാനമാ. ഒരു കൊച്ചു പെട്ടകം വാങ്ങിയിട്ട് ഞാൻ ചിന്തിക്കുക, ഇത് വാങ്ങിന്ന് എഴുതിയിരിക്കുന്നല്ലേ, അപ്പൊ വില കൊടുക്കണം. എവിടുന്ന് കിട്ടി കാശ്? ഈ അടിമ വേല ചെയ്യുന്നവർക്ക് എവിടുന്ന് കിട്ടി കാശ്? എനിക്കറിയത്തില്ല എങ്ങനെയാ കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന്. പ്രൈസലോ. ഒരു പെട്ടകം വാങ്ങി നിന്റെ കൊച്ചിനൊരു വേദവസം വാങ്ങിക്കൊടുക്കണം, വില കൊടുത്ത് വാങ്ങിക്കൊടുക്കണം.
ആമേൻ, ദൈവത്തിൻ്റെ സ്നേഹവും ദൈവിക ഭയവും ഭക്തിയൊക്കെ കുഞ്ഞുങ്ങൾക്ക് നൽകി കൊടുക്കണം. ഹല്ലേലൂയ. ഈ സഹോദരി ഒരു പെട്ടകം വാങ്ങി, ഉണ്ടാക്കി എന്നല്ല, വാങ്ങി. ഹല്ലേലൂയ. എന്നിട്ട് അവൾ പറയുക, ഞാൻ എവിടെ കൊണ്ടുപോയി വെക്കും? ഞാങ്ങണയുടെ ഇടയിൽ. എല്ലാ കുഞ്ഞുങ്ങളും ഈ നൈൽ നദിയിൽ അമർന്നു പോകുമ്പോൾ ഈ നൈൽ നദിയുടെ മുകളിൽ എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊണ്ടുവന്ന് വെക്കും. ഇത് അമ്മയുടെ തീരുമാനമാണ്, രണ്ടാമത്തെ തീരുമാനമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ മാതാവ്, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഈ കുഞ്ഞിനെ നദിക്ക് മുകളിൽ കൊണ്ടുപോയി വയ്ക്കുകയാണ്. ഈ നദിയാ വെല്ലുവിളി അല്ലേ? കുഞ്ഞുങ്ങളെ തിന്നാൻ വാ വളർന്നിരിക്കുന്ന ശക്തിയാണ് ഈ നദി. അതിൻ്റെ മുകളിലാണ് ഈ മാതാവ് ഈ കുഞ്ഞിനെ കൊണ്ടുപോയി വയ്ക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ പെട്ടകത്തിനകത്ത് ആണെങ്കിൽ നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. മന്ത്രവാദത്തിൻ്റെ മീതെ, ആഭിചാരത്തിൻ്റെ മീതെ, പാരമ്പര്യ ശക്തികൾക്കും മീതെ, ദുഷ്ടനായ പിശാചിന്റെ സിംഹാസനത്തിന് മീതെ ക്രിസ്തുവിന്റെ മറവിൽ നിന്റെ കുഞ്ഞിനെ ഏൽപ്പിച്ചോ. അവയ്ക്കൊന്നും നിന്റെ പൈതലിനെ തൊടുവാൻ സാധ്യമല്ല. യേശുവിന്റെ നാമത്തിൽ മോശ കുഞ്ഞ് ന്യായവിധിയുടെ വെള്ളത്തിന്റെ മുമ്പിൽ മുകളിൽ കൂടെ ഇന്ന് പകൽക്കാലം സഞ്ചരിക്കുന്നത് ആത്മാവിലൊന്ന് കണ്ടേ. സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ ഇടയിൽ ദുഷ്ടജന്തു ഉണ്ടെന്ന അതിൻ്റെയും മീതെ ഈ പെട്ടകം ഇരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിലെടുക്കുന്ന തീരുമാനമാണ് ഒരു കുഞ്ഞു വളരാൻ, ഒരു നേതാവ് ഉണ്ടാകാൻ, ഒരു വാഗ്ദത്തം നിവർത്തി നിറവേറാൻ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തമാ, 430 വർഷത്തിന് ശേഷം ഹല്ലേലൂയ എൻ്റെ ജനത്തെ ഞാൻ മിസ്രയീമിൽ നിന്ന് വിടുവിക്കും. ഹല്ലേലൂയ, ആമേൻ. വിടുവിക്കാൻ ഒരു മോശ വേണം. ആ മോശ രംഗത്ത് വരാൻ ഒരു സൂതികർമ്മിണി വേണം. ആമേൻ. ഒരമ്മ വേണം. അവരുടെ ശക്തമായ തീരുമാനം വേണം. ഹല്ലേലൂയ. മാതാപിതാക്കളുടെ തീരുമാനമാണ് തലമുറകളുടെ ഉയർച്ചയ്ക്ക് കാരണം. ഹല്ലേലൂയ. ആമേൻ. കാര്യങ്ങളൊക്കെ എങ്ങനെയാ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ് ലാലാല പറഞ്ഞ് നടക്കരുത്. ശക്തമായ തീരുമാനം ദൈവസന്നിധിയിൽ അവരെടുക്കുകയാ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. എന്ന് പറഞ്ഞാൽ ഒരമ്മയ്ക്കും തോന്നാത്ത ചിന്ത. ഹല്ലേലൂയ. ഒരമ്മയ്ക്കും തോന്നിയില്ല. ഇങ്ങനെ ഒരു ഞാങ്ങണപ്പെട്ടകത്തിനകത്ത് മിസ്രയീമിലെ എത്ര അമ്മമാര് കൊച്ചുങ്ങളെ വെച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര അമ്മമാര് കൊച്ചിനെ വെച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരൊറ്റ അമ്മ മാത്രം, ഒരൊറ്റ അമ്മ മാത്രം. ഹല്ലേലൂയ. എന്താ അതിൻ്റെ കാരണം? അവളെടുത്ത ഒരു തീരുമാനമാണ്, ഞാൻ വിട്ടു കൊടുക്കത്തില്ല. ഈ ലോകം അങ്ങനെയാകുമ്പോൾ അങ്ങനെയാന്ന് എന്ന് പറയരുത്. ഇന്നത്തെ ലോകമല്ലേ പാസ്റ്ററെ, നമുക്കതൊന്നും പിടിച്ചാൽ കിട്ടത്തില്ല. അവർക്ക് ബുദ്ധി ഞാനൊക്കെ ആവുമല്ലോ, അവരെ അങ്ങ് ചെയ്യട്ടെന്നല്ല. മാതാപിതാക്കൾ ദൈവസന്നിധിയിൽ നല്ല തീരുമാനമെടുക്കണം. ആ തീരുമാനത്തെ ദൈവം അംഗീകരിക്കും. ഹല്ലേലൂയ. ആ തീരുമാനത്തെ ദൈവം അംഗീകരിക്കും അല്ലേ? ശിപ്രായും പൂവായും എടുത്ത തീരുമാനത്തെ ദൈവം അംഗീകരിച്ചോ? ദൈവം അവരുടെ കുടുംബത്തെ അനുഗ്രഹിച്ചെന്ന. രാജാവിനെ ഭയപ്പെടാതെ നിങ്ങളെടുത്ത തീരുമാനം കൊണ്ട് ദൈവം അവരെ അനുഗ്രഹിച്ചെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. രാജാവിനെ ഭയപ്പെടാതെ, ദേശത്തെ നിയമത്തെ ഭയപ്പെടാതെ മോശയുടെ അമ്മ തീരുമാനമെടുത്തത് കൊണ്ട് ആ അമ്മയെയും ദൈവം എന്ത് ചെയ്തു? അമ്മയെയും ദൈവം അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്, അനുഗ്രഹിച്ചു. സ്തോത്രം. ഭൂമിയിൽ സ്വന്തം കൊച്ചിന് പാല് കൊടുത്തതിന് ശമ്പളം വാങ്ങിയ ഒറ്റ അമ്മയേ ഉള്ളൂ. അതാരാ? മോശയുടെ അമ്മയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തീരുമാനം ദൈവം അംഗീകരിക്കും, ദൈവം കുറിക്കും, ദൈവം കുറിക്കും. നിനക്ക് അർഹത പോലും ഇല്ലാത്തതാ.
സ്വന്തം ആമേൻ ഹല്ലേലൂയ പാലിന് ആരും കാശ് തരത്തില്ല. പക്ഷെ സ്വർഗം തമ്പുരാൻ അത് എഴുതി വെച്ചു. ഹല്ലേലൂയ, നീ എനിക്ക് വേണ്ടി എടുക്കുന്ന ഒരു തീരുമാനം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം എൻ്റെ കുഞ്ഞ് കർത്താവിന്റെ നാമത്തിന് വേണ്ടി എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? എൻ്റെ തലമുറ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിച്ച് തീരുമാനമെടുക്കുന്നവർ എത്ര പേരുണ്ട്? ദൈവം തമ്പുരാൻ നിന്നോട് എന്നും കടക്കാരനായിരിക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ എടുക്കുന്ന തീരുമാനം സ്വർഗത്തിലെ ദൈവം കാണാതെ പോകത്തില്ല. ഈ വചനം കേൾക്കുമ്പോൾ എടുത്തു, ആ തീരുമാനം ദൈവം കാണാതെ പോകത്തില്ല. ഹല്ലേലൂയ. നീ ചെയ്യുന്നതൊന്നും ബുദ്ധിമോശമല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, കർത്താവിന് മഹത്വം. മൂന്നാമത്, ഈ മോശയ്ക്ക് വേണ്ടി തീരുമാനമെടുത്തത് ഫറവോന്റെ പുത്രിയാണ്. ഹല്ലേലൂയ. 2-ാം അധ്യായം 5-6 ബാക്കി വേഗം വായിച്ചു. ആ ആ ആ ആ കണ്ടു. ആ സ്തോത്ര. നോക്കിക്കേ, രാജകുമാരിക്ക് ഈ കുഞ്ഞിനോട് അലിവ് തോന്നി. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രാജാവിന്റെ തീരുമാനം തന്നെ അല്ലേ രാജകുമാരിയുടെ തീരുമാനം? അതെ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഈ കൊച്ചിനെ കണ്ട പാടയിൽ അവർക്ക് മനസ്സിലാക്കി ഇതാരാ? എബ്രായന്റെ കുഞ്ഞാന്ന്. സ്തോത്രം. കണ്ട മാത്രയിൽ അവർക്ക് മനസ്സിലായി ഇത് എബ്രായ കുഞ്ഞാന്ന് മനസ്സിലായി. സ്തോത്രം. ദൈവമക്കളും അല്ലാത്തവരൊക്കെ കണ്ടാ തിരിച്ചറിയണം. ഇതൊരു ദൈവ പൈതലാണെന്ന്, ഇതൊരു പെന്തക്കോസ്തുകാരനാണെന്ന് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയണം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഈ കൊച്ചിനെ കണ്ട മാത്രയിൽ ഈ രാജകുമാരിക്ക് ഈ കൊച്ച് എന്തായി തോന്നിയെന്നറിയാവോ? റോസാപ്പൂ പോലെ തോന്നി. ഫറവോൻ ഇത് മുള്ള, ഇത് വളരരുത്, ഇത് മുള്ള, അപ്പോഴേ ഒടിച്ച് ചതച്ച് കളഞ്ഞോണം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. കണ്ട മാത്രമേ പറഞ്ഞെന്നറിയാവോ? ആ ഞാങ്ങളുടെ ഇടയിൽ തങ്ങി നിൽക്കുന്നതായിരിക്കും. എങ്ങോട്ട് വിടണം? നൈലിൻ്റെ ആഴത്തിലേക്ക് അമക്കി മുക്കിക്കോളാൻ പറയാം. അങ്ങനെയല്ലേ പറയേണ്ടത്? അങ്ങനെയാ പറയേണ്ടത്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇതിരിക്കുന്നത് ഒരു പ്രത്യേക പെട്ടകത്തിനകത്താണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര അധികാരവും ചെങ്കോലും അവിടെ വന്നാലും പ്രൈസ് ദി ലോർഡ് വരുത്തില്ലെന്നല്ല, വരും, പക്ഷെ അത് നിന്നോട് അടുത്തു വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ കർത്താവ് സംരക്ഷിക്കുന്ന വിധം നോക്കിക്കേ. ഹല്ലേലൂയ. ആ രാജകുമാരിക്ക് ആ കുഞ്ഞിനോട് അലിവ് തോന്നത്തക്ക നിലയിൽ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ അവരുടെ ഹൃദയത്തോട് ഇടപെട്ടു. സ്തോത്രം. ആ രാജകുമാരിയുടെ തീരുമാനം കണ്ടോ? തീരുമാനം എങ്ങനെയാ? ഈ കുഞ്ഞിനെ ഞാൻ എൻ്റെ മകനായി വളർത്തും. ഓ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം തന്ന കഴിവിനും ജ്ഞാനത്തിനും അനുസരിച്ച് നിന്റെ കുഞ്ഞിന് വേണ്ടി നീ ഒരു തീരുമാനമെടുത്താൽ ഉന്നതന്മാരെ കൊണ്ട് തുടർന്നുള്ള വളർച്ചയ്ക്ക് വേണ്ടി ദൈവം തീരുമാനമെടുപ്പിക്കും. സ്തോത്രം. അപ്പനും അമ്മയും മക്കൾക്ക് വേണ്ടി നല്ല തീരുമാനമെടുത്താൽ പ്രൈസ് ദി ലോർഡ് ബേസ്മെന്റ് എവിടെയാ കേട്ടോ? ബേസ്മെന്റ് സ്വന്തം കുടുംബമാണ്. അവിടെ നീ നല്ല ഒരു ബേസ്മെന്റ് ഇട്ട് കൊടുത്താൽ ഈ കുഞ്ഞിൻ്റെ മുകളിലോട്ടുള്ള വളർച്ചയ്ക്ക് അതത് സമയത്ത് തീരുമാനമെടുക്കേണ്ടവരെ ദൈവം തമ്പുരാൻ കൊണ്ടുവന്നോളൂ. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അല്ലാതെ ജനിച്ചപ്പം തന്നെ ഇത് കുരിശാണല്ലോ ദൈവമേ, ഇതെനിക്കൊരു തലവേദനയാവുമല്ലോ എന്ന് പറയരുത്. സ്തോത്രം. ആ കുഞ്ഞിന് വേണ്ടി നീ ദൈവത്തിൽ ആശ്രയിച്ച് തീരുമാനമെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ചില മക്കളെയൊക്കെ ചില രോഗങ്ങൾ പിടിച്ചു കഴിയുമ്പോഴേക്ക് മാതാപിതാക്കൾ അങ്ങ് മാനസികമായി ആ കുഞ്ഞിനെ അതിനു വേണ്ടി അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കും.
ആ കുഞ്ഞ് പിന്നെ ഒരിക്കലും തിരികെ വരുമെന്നൊരു പ്രതീക്ഷ അവർക്കില്ല. കാരണം അവർക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. കാരണം ഒത്തിരി മോശ കുഞ്ഞുങ്ങൾ എവിടെ വീണിട്ടുണ്ട്? ഈ നദിയിൽ വീണിട്ടുണ്ട്. അതുപോലെയൊക്കെ എൻ്റെ കുഞ്ഞും എന്നാ പ്രത്യേകത ഇരിക്കുന്നത്? എനിക്കെന്നെ പ്രത്യേകത ഇരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ തന്നെയാ. അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ മാതാപിതാക്കൾ ദൈവസന്നിധിയിൽ ഈ കുഞ്ഞിനെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല എന്ന് തീരുമാനമെടുത്താൽ അവൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയതല്ല, ദൈവം തമ്പുരാൻ അതത് സമയത്ത് തീരുമാനം എടുത്തോളൂ. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത് ദൈവം തീരുമാനം എടുപ്പിച്ചത് ആരെ കൊണ്ടാ? ഫറവോന്റെ പുത്രിയെ കൊണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒളിപ്പിച്ചു വെക്കാനേ അമ്മയ്ക്ക് പറ്റത്തുള്ളൂ. അത്രയുള്ള ശേഷിയൊക്കെ അമ്മയ്ക്കുള്ളൂ. പക്ഷേ പബ്ലിക്കായിട്ട് ആര് കൊല്ലുമെന്ന് പറഞ്ഞോ ആ കൊട്ടാരത്തിനകത്ത് മോശയെ ദൈവം വളർത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. തീരുമാനത്തിൻ്റെ വിലയാണ് ഞാൻ പറയുന്നത്. തീരുമാനത്തിൻ്റെ വില. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. പ്രൈസ് ദി ലോർഡ്. മോശ കൊട്ടാരത്തിൽ നിൽക്കുന്നത് കണ്ടിട്ടല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്, ഒളിപ്പിച്ചു വെക്കുമ്പോഴും നീ ദൈവത്തെ ആരാധിക്കണം. ആമേ. ഞങ്ങളുടെ ഇടയിൽ വെള്ളത്തിൽ വെക്കുമ്പോഴും നീ ദൈവത്തെ ആരാധിക്കണം. എൻ്റെ കുഞ്ഞ് കൊട്ടാരത്തിലാ എന്ന് നീ കാണുമ്പോഴും എൻ്റെ ദൈവത്തെ ആരാധിക്കണം. നിഗളിക്കരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. കർത്താവിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. 2-ാം അധ്യായം. ആമേൻ. സ്തോത്രം. അതിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആ ആ ആ ഈ ഒളിപ്പിച്ചു വെക്കുന്ന സമയത്തെ ഈ കൊച്ചിന് പേരിടാൻ പോലും മാതാപിതാക്കൾക്ക് പറ്റിയില്ലെന്നുള്ള ഞാൻ വായിച്ച് മനസ്സിലാക്കിയത്. മോശയ്ക്ക് ആരെ പേരിട്ടെ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കേട്ടോ മക്കളെ, ഈ മോശയുടെ മാതാപിതാക്കൾക്ക് ഈ കൊച്ചിനെ വളർത്തിയ ആ 3 മാസം ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. സ്തോത്രം. പേരിടണ്ടായിരുന്നോ? അതിന് പോലും കർത്താവ് പറഞ്ഞു, നീ ഇതിന് പേരിടണ്ട. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നീ ഇതിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പേരിട്ടാൽ മാക്രിക്കുന്നതല്ല ഇടും. മാക്രിക തവളക്കുഞ്ഞെന്നൊക്കെ എന്ത് ചെയ്യും? കാരണം ഈ കുഞ്ഞിനെ അങ്ങോട്ട് പോകാൻ പോവാ, വെള്ളത്തിൻ്റെ മാക്രി ഇരിക്കുന്ന വെള്ളത്തിൽ കയറിയല്ലേ, അങ്ങനെയൊക്കെ ഇടുകയുള്ളൂ. സ്തോത്രം. നീ പേരിടണ്ടെന്ന് പറഞ്ഞു. എൻ്റെ ഭാവനയാണ് കേട്ടോ, ബൈബിളിലില്ല. സ്തോത്രം. നീ പേരിടണ്ട. സ്വന്തം കുഞ്ഞിന് എല്ലാ മാതാപിതാക്കളും പേരിട്ടിട്ടുണ്ട്. ഈ കുഞ്ഞിന് പേരിടാൻ പോലും ദൈവം തോന്നിച്ചില്ല അവരുടെ ഉള്ളിൽ. നീ പേരിടണ്ട. സ്തോത്രം. ഫറവോന്റെ പുത്രി പറഞ്ഞു, ഞാൻ ഈ കുഞ്ഞിനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തത് എന്ന് പറഞ്ഞവന് മോശ എന്ന് പേരിട്ടു. പ്രൈസ് ദി ലോർഡ്. അവിടെ മുതൽ മോശയുടെ മാറ്റം ആരംഭിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നീ പോലും ആഗ്രഹിക്കാത്ത നിലയിൽ നിന്റെ കുഞ്ഞിൻ്റെ പൊസിഷൻ മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ വഴിത്തിരിവിലേക്ക് കർത്താവ് നിന്റെ പൈതലിനെ കൊണ്ടുപോകുന്നത് ആത്മാവിലൊന്ന് കാണണം, ആത്മാവിലൊന്ന് കാണണം. ദൈവത്തിന് സ്തോത്രം. ഇവനെ വെള്ളത്തിന്റെ കരയിൽ കൊണ്ടുപോയി വെച്ചത് വെള്ളത്തിൽ മുക്കാനല്ല, അവിടെ നിന്ന് അവനെ വലിച്ചു ഉയർത്താൻ വേണ്ടിയാ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം നിന്റെ കുഞ്ഞ് കടന്നു പോകുന്ന സാഹചര്യം അവനെ തളർത്താനോ അവനെ ഇല്ലാതെയാക്കുവാനോ അല്ല, അവനെ അവിടെ നിന്ന് വലിച്ചെടുക്കാനാണെന്ന് ആത്മാവിൽ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ആലോചന പറയുകയോ, അവനെ ദൈവാത്മാവ് വലിച്ചെടുക്കുകയോ. വെള്ളത്തിന് ഏൽപ്പിക്കത്തില്ല, നൈൽ ദേവതയ്ക്ക് ഏൽപ്പിക്കത്തില്ല, ഒരു അന്ധകാര ശക്തിക്കോ നിന്റെ തലമുറയെ ദൈവം വിട്ടുകൊടുക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ ജയം. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ,
ഹല്ലേലൂയ. തലമുറകളുടെ അവസ്ഥയ്ക്കൊക്കെ ദൈവം മാറ്റം വരുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. മാതാപിതാക്കള് പെട്ടകത്തിൽ കൊച്ചിനെ വെച്ചിട്ട് സ്തോത്രം അവരിങ്ങനെ പറഞ്ഞു കാണാം, ചായ നമ്മളെ കൊച്ചിന് പേരിട്ടില്ലല്ലോ. സ്തോത്രം. ഇത്രയും കാര്യമൊക്കെ ചെയ്ത് നമ്മുടെ കൊച്ചല്ലേ, പേരിടണ്ടേ? സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യഹോവ ഈരേ, യഹോവ കരുതിക്കൊള്ളും. നിന്റെ കുഞ്ഞിൻ്റെ പേരിൻ്റെ മുമ്പിൽ പേരിടുന്നത് നീയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ്റെ പിൻപിൽ പേരിടുന്നത് നീയല്ല. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ പേര് വലുതാക്കുന്നത് സ്വർഗത്തിലെ ദൈവം തമ്പുരാനാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ മോശ അവിടെ വളർന്നു. കൊട്ടാരത്തിലാണ് മോശ വളരുന്നത്. അപ്പം മോശയ്ക്ക് വേണ്ടി മൂന്നാമത് തീരുമാനം എടുത്തത് ആരാ? ഫറവോൻ്റെ പുത്രി. നാലാമത് മോശയ്ക്ക് വേണ്ടി തീരുമാനമെടുത്തത് മോശയുടെ പെങ്ങളാണ്, മോശയുടെ സഹോദരിയാണ്. സ്വന്തം 2-ാം അധ്യായം 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. ആ ആ ആ ആ സ്വത്രം. ഹല്ലേലൂയ. ഒരു എബ്രായ സ്ത്രീയെ, ഈ കൊച്ച് ആരുടെയാ? എബ്രായ കൊച്ച് തന്നെയാ. സ്വത്രം. ഹല്ലേലൂയ. മക്കളില്ലാതെ, പാല് കൊടുക്കാൻ നിർവാഹമില്ലാതെ ഒരമ്മ, ഇഷ്ടംപോലെ അമ്മമാരുണ്ട്. സ്വത്രം. വിളിച്ചുകൊണ്ട് വരട്ടെ എന്ന് ചോദിച്ചു. സ്വത്രം. അവിടെ തീരുമാനം കണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. എന്ന് പറഞ്ഞാലേ, ജനിച്ച പാടെ കൊട്ടാരത്തിലേക്ക് പോകുക. ഈ കുഞ്ഞ് എവിടെയാ വളരേണ്ടത്? സ്വന്തം വീട്ടിൽ വേണം വളരാൻ. കുറേ കാര്യം ഇവിടുന്ന് എന്ത് ചെയ്യാനുണ്ട്? പഠിക്കാനുണ്ട്. സ്തോത്രം, സ്തോത്രം. ചില ഉയർച്ചകളും നന്മകളൊക്കെ കിട്ടുമ്പോഴേ നമ്മളങ്ങ് അഹങ്കരിക്കരുത്. പ്രൈസലോ. പിറ്റേ ദിവസത്തെ പത്രത്തിൽ ഞങ്ങളുടെ കൊച്ചിപ്പോൾ എവിടെയാ? കൊട്ടാരത്തിൽ. പ്രൈസലോ എന്ന് പറയുന്നതൊക്കെ ഭയങ്കര ക്രെഡിറ്റാ. സ്തോത്രം. കാരണം അടിമയാണ്, അടിമ. അടിമയുടെ കുഞ്ഞ് രാജകൊട്ടാരത്തിൽ രാജകുമാരിയുടെ മകനായി, രാജകുമാരനായി വളരുന്നു. അത് വലിയ കാര്യമല്ലേ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതൊന്നും വലിയ കാര്യമല്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ സഹോദരി പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ കൊച്ചിനെ പാല് കൊടുക്കാൻ ഞാനൊരു എബ്രായ സ്ത്രീയെ വിളിച്ചുകൊണ്ട് വരട്ടെ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട അമ്മയും മകനും തമ്മിലുള്ള ബന്ധം യോജിപ്പിക്കുന്ന ഒരു സഹോദരി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അമ്മയുടെ വേദന നിങ്ങൾക്കറിയാവോ? പ്രസവം കഴിഞ്ഞ് പാല് കൊടുക്കാതെ ഇരിക്കുന്ന അമ്മയുടെ ബുദ്ധിമുട്ട് നിങ്ങൾക്കൊക്കെ അറിയാലോ, സഹോദരിമാർക്കറിയാലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ത് വേദനയും എന്ത് മാനസികമായ പ്രയാസവും ദുഃഖവുമാ ഉള്ളത്. ദൈവത്തിന് സ്തോത്രം. ഈ പെങ്ങൾ ചെയ്തതെന്നറിയാവോ? നഷ്ടപ്പെട്ടു പോയ അമ്മയും കുഞ്ഞുമായുള്ള ബന്ധം, പ്രൈസ് ദി ലോർഡ്, അവളെ അടുപ്പിക്കുകയാ, കൂട്ടിമുട്ടിച്ചു കൊടുക്കുക. ഞാൻ വിളിച്ചുകൊണ്ട് വരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. തക്ക സമയത്ത് ഉള്ള മിരിയാമിൻ്റെ ഡിസിഷൻ അത് വളരെ കറക്റ്റായിരുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ കറക്റ്റായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവവചനം എന്ന മായമില്ലാത്ത പാല്, ഹല്ലേലൂയ, ഹല്ലേലൂയ, അത് നൽകാനുള്ള ഒരു വ്യഗ്രത ഓരോ വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾക്ക് ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ വചനം എന്ന മായമില്ലാത്ത പാല് ഈ ദിവസങ്ങളിൽ അനേകർക്കും നൽകി അവരെ ആത്മീക പോഷണത്തിൽ വളർത്താനുള്ള ഉത്തരവാദിത്വം ദൈവസഭയ്ക്കുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 4-ാമത്തെ വാക്യം. സ്തോത്രം. ഞങ്ങളുടെ ഇടയിൽ കൊണ്ടുപോയി വെച്ചപ്പോൾ അവന്റെ പെങ്ങൾ ദൂരത്ത് നിന്ന് നോക്കുക. അവന് സ്തോത്രം. ഇതിന് രണ്ടർത്ഥമുണ്ട് ഇതിനകത്ത്. സ്തോത്രം. നാശം ഭവിക്കുന്നത് കാണാൻ നോക്കി നിൽക്കുന്നവരുമുണ്ട്, നല്ലതിന് വേണ്ടി നോക്കുന്നവരുമുണ്ട്. സ്തോത്രം. ഞങ്ങളുടെ ഇടയിൽ വെച്ചുള്ള അനുഭവം, അല്പനേരം കഴിയുമ്പോൾ ഈ പെട്ടകത്തിനകത്ത് വെള്ളം കയറും, അല്ലെങ്കിൽ ഞങ്ങളുടെ അടിയിൽ നീറിൻ്റെ മറവിൽ മറഞ്ഞിരിക്കുന്ന ദുഷ്ട
ജന്തുവായ ലിവ്യാതാൻ, പ്രൈസ് ദി ലോർഡ്, അത് ഉയർന്നു പൊങ്ങി വന്നെന്ത് ചെയ്യും? ഈ പെട്ടകത്തെ അതിൻ്റെ വാലുകൊണ്ട് അടിച്ച് കമത്തി ഇതിനകത്തിരിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങിക്കളയും. പ്രൈസ് ദി ലോർഡ്. നാശം കാണാൻ നോക്കി നിൽക്കുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഉണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നിന്റെ വളർച്ചയും നിന്റെ പുരോഗതിയും നിന്റെ തലമുറയുടേതായ ഉയർച്ചയൊക്കെ എന്താകുമെന്നറിയാൻ ദൂരത്ത് നിന്ന് നോക്കി നിൽക്കുന്നവരും ഉണ്ട്, ഇല്ലാതില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെല്ലാം നിന്നെ നോക്കി നിന്നാലും ദൈവത്തിന് നിന്നോടൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ തീരുമാനം ദൈവസന്നിധിയിൽ ഉറപ്പുള്ളതാണെങ്കിൽ, ഒരു ദുഷ്ടമൃഗവും നിന്നെ തകർത്ത് കളയാൻ എൻ്റെ ദൈവം തമ്പുരാൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒത്തിരി പേര് നോക്കി നിന്നില്ലേ? ഇനി എന്താകും നിന്റെ കാര്യം? പ്രൈസ് ദി ലോർഡ്. അവിടെ വലങ്കൈ പോയി, ഇനി എങ്ങനെ നീ ജീവിക്കും? പ്രൈസ് ദി ലോർഡ്. കൂട്ടുവിട്ട് സമുദായം വിട്ടൊക്കെ പോയി, ഇനി നീ എങ്ങനെ ജീവിക്കും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ. നീ തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുൻപിൽ വിഷ്ണും. ചെങ്കടൽ മൂടട്ടെ, തീച്ചൂളയേറട്ടെ, അടഞ്ഞവയെല്ലാം തുറന്നിടുമേ. ചെങ്കടൽ മൂടട്ടെ, തീച്ചൂളയേറട്ടെ, അടഞ്ഞവയെല്ലാം തുറന്നിടുമേ. നീ തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ. നീ തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ. യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതിന്നും. നീ തകർന്നത് കാണാൻ, തകരുന്നത് കാണാൻ നോക്കി നിന്നവരെല്ലാം എന്താ കണ്ടതെന്നറിയാവോ? നിന്റെ മുമ്പിൽ വിശാലവാതിൽ. ഹല്ലേലൂയ. മോശ പോയത് താഴോട്ടല്ല, ഉയരങ്ങളിലേക്ക്. ആമേൻ. ഹല്ലേലൂയ. മോശയോട് ചോദിക്കും, മോശെ ഇനി നിനക്ക് കയറാൻ വേറെ സ്ഥലമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അന്നത്തെ മിസ്രൈം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭൂമിയിലെ അമേരിക്ക. ഹല്ലേലൂയ. അമേരിക്കൻ പൗരന്റെ പ്രൗഢിയാണ് അന്നത്തെ മിസ്രൈം പൗരൻ എന്ന് പറഞ്ഞാൽ. ഹല്ലേലൂയ. ആ മിസ്രൈം പൗരനേക്കാളും എത്രയോ പദവിയാ ആമേൻ രാജാവിൻ്റെ മകളുടെ മകൻ. ഹല്ലേലൂയ. രാജകുമാരൻ. മോശേ, നീ നാളെ ആരാ? മിസ്രൈമിലെ രാജാവ്. പ്രൈസ് ദി ലോർഡ്. ആ പദവിയിലേക്ക് ദൈവം ആരെ ഉയർത്തിയത്? മോശയെ ഉയർത്തിക്കൊണ്ടുവന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇസ്രായേലിൻ്റെ രക്ഷകനെ, ഇസ്രായേലിൻ്റെ നായകനെ ദൈവം ഉയർത്തിയത് ഏറ്റവും ശ്രേഷ്ഠമേറിയ സ്ഥലത്ത് വെച്ച് ദൈവത്തിന് ട്രെയിനിങ് നൽകി 40 വർഷം. ഹല്ലേലൂയ. 40 വർഷം. ഹല്ലേലൂയ. സ്തോത്രം. നാലാമത്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. മോശയ്ക്ക് അഞ്ചാമത് മോശയ്ക്ക് വേണ്ടി തീരുമാനമെടുത്ത ആരെന്നറിയാവോ? മോശ തന്നെയാണ്. മോശ തന്നെയാണ്. അപ്പൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളും, അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളും, സഭ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളും, പാസ്റ്റർ എൻ്റെ കൂടെയുണ്ട് എന്ന് പറയരുത്. നിനക്ക് വേണ്ടി നീ തന്നെ ഡിസിഷൻ എടുക്കണം. ജനിച്ചു വീണപ്പം നിനക്ക് ഡിസിഷൻ എടുക്കാൻ അറിയത്തില്ല. 3 മാസം പ്രായമുള്ളപ്പോൾ നിനക്ക് ഡിസിഷൻ എടുക്കാൻ അറിയത്തില്ല.
പെട്ടകത്തിൽ നീ കയറിയപ്പോൾ നിനക്ക് ഡിസിഷൻ അറിയത്തില്ല. പ്രൈസലോ. അങ്ങനെ നിന്നെ സൺഡേ സ്കൂളിലൂടെയും PVP-യിലൂടെയും സഭാ കൂടിയലുകളെയും ഒക്കെ വളർത്തി നീ വലുതാകുമ്പോൾ നീ തന്നെ എന്ത് ചെയ്യണം? തീരുമാനമെടുക്കണം. എബ്രായ ലേഖനം ഒന്നെടുത്ത്. എബ്രായ ലേഖനം 11-ാം അധ്യായം, സ്തോത്രം, 24. എവിടെയാ വളരുന്നത് മോശ? കൊട്ടാരത്തിൽ. ഹല്ലേലൂയ. എത്ര ഉയർച്ചകളും നന്മകളൊക്കെ തരുമ്പോഴേ അതനുഭവിക്കുമ്പം നമ്മൾ തന്നെ തീരുമാനമെടുത്തോണം. പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. ഡിസിഷൻ. അടുത്തത്, പ്രതിഫലം നോക്കിയത് കൊണ്ട് മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന. സ്തോത്രം. ഹല്ലേലൂയ. ഈ കൊട്ടാരത്തെക്കാൾ എനിക്ക് വലുത് ക്രിസ്തുവിന്റെ നിന്നയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നമ്മുടെ കൂട്ടുകാരൊക്കെ അവരെക്കാളൊക്കെ നല്ലത് ദൈവമക്കളാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളാ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അത് അവരെന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു. അവരുടെ ഡിസിഷൻ എടുത്തു. എല്ലാവർക്കും ഒന്നും കൈ കൊടുക്കാൻ പോയില്ല. എല്ലാവരുമായിട്ട് ചാറ്റിങ്ങിന് പോയില്ല. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ ചതികളും ചതിക്കുഴികളും നിന്നെ ക്രിസ്തുവിൽ നിന്ന് അകറ്റുന്നതാണെന്ന് മനസ്സിലാക്കിയ മോശ സ്വയം ഡിസിഷൻ എടുത്തു. രാജാവ് കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും രാജാവ് ഭക്ഷിക്കുന്ന ഭോജനം കൊണ്ടും ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കത്തില്ലെന്ന് ദാനിയേൽ തീരുമാനമെടുത്തു. പ്രൈസ് ദി ലോർഡ്. ശദ്രക്കോ മേശക് അബേദ്നെഗോ തീരുമാനമെടുത്തു. പ്രൈസ് ദി ലോർഡ്. അതവരുടെ സ്വന്തം തീരുമാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിൽ അപ്പനും അമ്മയ്ക്കും സഭയ്ക്കും പാസ്റ്റർക്കും ഒക്കെ നിങ്ങളെക്കുറിച്ച് ചില തീരുമാനങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വ്യക്തിപരമായൊരു തീരുമാനം ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. കേട്ടോ. അമ്മേ, ഇന്ന് കാണുന്നവരൊക്കെ നാളെ വിട്ടുപോകും. ഇവരൊക്കെ ചിലപ്പം വിശ്വാസത്തിൽ പോലും കാണത്തില്ല. അമ്മേ, ഈ വചനം പറയുന്ന ഞാൻ പോലും ചിലപ്പം നാളെ തകർന്നു പോകാൻ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ വചനം കേൾക്കുന്ന നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കാൻ പറ്റാതെ അമ്മേ ആടി ഉലയുന്ന ഓട പോലെ മറിഞ്ഞു വീഴുന്ന അനുഭവങ്ങൾ വന്നേക്കാം. പക്ഷേ തീരുമാനം എപ്പോഴും വ്യക്തിപരമായ ഒരു തീരുമാനം ഉണ്ടായിരിക്കണം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലുണ്ടായിരിക്കും. ഹല്ലേലൂയ. ഈ തീരുമാനമാണ് മോശയെ ഒരു വിമോചകനാക്കി മാറ്റിയത്. സ്തോത്രം. ആ ഒറ്റ തീരുമാനമാ കൊട്ടാരത്തിൽ നിന്ന് ഓടാൻ കാരണം. ചില ഡിസിഷൻ എടുത്താലുണ്ടല്ലോ നിനക്ക് കൊള്ളാമെന്ന് പറയുന്നതൊക്കെ എനിക്ക് ചീച്ചിയായി തോന്നും. എത്രയോ പ്രണയ ബന്ധങ്ങളുണ്ടെന്നറിയാവോ? പ്രണയബന്ധം കണ്ണില്ല, മൂക്കില്ല, ചെവിയില്ല, പ്രായമില്ല, നിറമില്ല, ഏജില്ല. പ്രണയബന്ധത്തിന് പെണ്ണിന് 30 വയസ്സ്, ചെറുക്കന് 22 വയസ്സ്, ഏജില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സൗന്ദര്യമൊന്നും അതിനൊന്നും വിഷയമൊന്നുമല്ല. പ്രണയബന്ധം. സ്തോത്രം. പക്ഷേ ചിലതൊക്കെ നല്ലതെന്നൊക്കെ തോന്നും. പക്ഷേ അവിടെ തീരുമാനം എടുത്തോണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോശ കൊട്ടാരത്തിലെ സകല സുഖ സൗകര്യങ്ങളും എന്താ മോശയ്ക്ക് വേണ്ടത്? എല്ലാം അവിടെയുണ്ട്. പാപത്തിന്റെ തൽക്കാല ഭോഗം, ഇതെല്ലാം തൽക്കാലം മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ മോശ തീരുമാനമെടുത്തപ്പോൾ ആമേൻ ഫറവോന്റെ കൊട്ടാരത്തിലെ ആൾക്കാരേക്കാൾ കൂടുതൽ ആരെ സ്നേഹിക്കാൻ തുടങ്ങി? തൻ്റെ സ്വന്തം ജനത്തെ സ്നേഹിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ബന്ധത്തിലേക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു? കൊട്ടാരം വിട്ട് ഓടേണ്ട സ്ഥിതി മോശയ്ക്ക് ഉണ്ടായി.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ മോശ എടുത്ത തീരുമാനമാണ്, കൊട്ടാരത്തിലെ സുഖം എനിക്ക് വേണ്ട, ആമേ, പാപത്തിന്റെ തൽക്കാല ഭോഗം എനിക്ക് വേണ്ട, ആമേ, ദൈവജനത്തോടുകൂടെ കഷ്ടം സഹിക്കുന്നത് എനിക്കെടുത്താൽ മതി. ആ തീരുമാനമാ സമുദായം വിട്ടത്, ആ തീരുമാനമാ പാരമ്പര്യം വിട്ടത്, ആ തീരുമാനമാ ലോകത്തിന്റെ ഇമ്പങ്ങളെ വിട്ടത്, ആ തീരുമാനമാ ആമേ സത്യസഭയിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുവന്നത്. അത് അനുഭവിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ജയം, സ്തോത്രം, ഹല്ലേലൂയ. ആ തീരുമാനം മോശ കൊട്ടാരം വിട്ട് ഓടുക, മിസ്രയീം വിട്ട് മോശ പോകുക, അല്ലെങ്കിൽ മോശ എവിടെ അടുത്ത ഫറവോനായേനെ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ആറാമതായിട്ട് മോശയ്ക്ക് വേണ്ടി തീരുമാനമെടുത്തത് ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ആ വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം, സ്തോത്രം, 24-ാമത്തെ വാക്യം, 25-ാമത്തെ വാക്യം. ആ ആ ആ ഓർത്തു, കടാക്ഷിച്ചു, ദൈവം അതറിഞ്ഞു. അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തം, 430 വർഷം കഴിയുമ്പോൾ ഞാൻ നിന്റെ സന്തതികൾ എന്ത് ചെയ്യും, ഞാൻ തിരിച്ചു കൊണ്ടുവരും. വാഗ്ദത്ത ദേശമായ കനാനിലേക്ക് അവരെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അതിന് ദൈവം എടുത്ത തീരുമാനം എന്നറിയാവോ? ഇസ്രായേലിലെ രക്ഷകനായ മോശ, ഞാൻ അവനെ തെരഞ്ഞെടുക്കും. പ്രൈസ് ദി ലോർഡ്. ഇതൊന്നും അറിയാത്ത മോശ അമ്മായിപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് ഹോരേബ് പർവ്വതത്തിൻ്റെ അടിവാരത്തിലൂടെ സഞ്ചരിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ സഞ്ചരിച്ച് വരുമ്പോൾ ദൈവം എടുത്ത തീരുമാനം നോക്കിക്കോണം. ആ തീരുമാനം നിവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന്, ഹല്ലേലൂയ, കത്തുന്ന ഒരു മുൾപ്പടർപ്പ്. എന്തിനെന്നറിയാവോ? അവൻ്റെ ശ്രദ്ധയെ ആകർഷിക്കാനാ. പ്രൈസ് ദി ലോർഡ്. മുൾപ്പടർപ്പ് കത്തിയാൽ ദൈവത്തിനറിയാം, ഒരിടയനും അറിയാം. ആമേ, മുൾപ്പടർപ്പ് കത്തിയാൽ ആടുകൾ എന്ത് ചെയ്യും? ഓടും, അടുക്കത്തില്ല, ആടുകൾ ഓടും. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ ദൂതാണ്, നീ ഇപ്പോഴായിരിക്കുന്ന വേലയിൽ നിന്ന് നീ പുറകോട്ട് മാറണം. പ്രൈസ് ദി ലോർഡ്. അതിനെ നീ പുറകോട്ട് മാറ്റണം. എൻ്റെ നിയോഗത്തിന് വേണ്ടി നീ മുൻപോട്ട് വരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒറ്റയാടും കത്തുന്ന മുൾപ്പടർപ്പിലേക്ക് വരത്തില്ല. കാരണം ചെമ്മരിയാടാണ്. ഒരു തീപ്പൊരി വീണാൽ മതി, അഗ്നിയുടെ കുണ്ടുമായിരിക്കും അവിടെ, കാട്ടുതീ പിടിക്കുന്ന പോലെ ആയിരിക്കും. ഒരാടിൽ നിന്ന് മറ്റേയാടിലേക്ക്, ആമേ, ഈ രോമങ്ങളിലേക്ക് തീ പടരും. അതുകൊണ്ട് കത്തുന്ന തീയിലേക്ക് ഒരാടും എടുത്തു വരത്തില്ല. അങ്ങനെ എല്ലാവരും പകച്ചു നിൽക്കുമ്പോൾ മോശേ മോശേ എന്നുള്ള ദൈവത്തിൻ്റെ വിളി, ആ വിളി കേട്ട മോശ, പ്രൈസ് ദി ലോർഡ്, ആടുകളെ പുറകോട്ട് മാറ്റിയിട്ട് അതെന്തെന്ന് കാണാൻ അടുത്തു എന്നപ്പം, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ സ്ഥലമാ. ഇത് കാട്ടുതീയല്ല, സൈന്യങ്ങളുടെ യഹോവ ഞാനാകുന്നവൻ ഞാനാകുന്നു. നിന്റെ അമ്മയെ എടുത്ത തീരുമാനമുണ്ടല്ലോ, സൂതികർമ്മിണി എടുത്ത തീരുമാനമുണ്ടല്ലോ, ഫറവോന്റെ പുത്രി എടുത്ത തീരുമാനമുണ്ടല്ലോ, നീ എടുത്ത തീരുമാനമുണ്ടല്ലോ, അതിന്റെ പൂർത്തീകരണത്തിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുവരാൻ പോകുകയാ. മോശേ, ഞാൻ നിന്നെ അയക്കാൻ പോകുകയാ. നീ വിക്കനെന്ന് പറഞ്ഞാലും, നീ ചട്ടനെന്ന് പറഞ്ഞാലും, നീ പൊട്ടനെന്ന് പറഞ്ഞാലും, കഴിവില്ലെന്ന് പറഞ്ഞാലും, ഞാൻ നിന്നെ മിസ്രൈമിലേക്ക് അയക്കും. എന്റെ ജനത്തെ ഞാൻ വിടുവിക്കും. ഇതെന്റെ തീരുമാനമോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ പ്രത്യേകം നിയോഗത്തോടുകൂടെ, പ്രത്യേക അധികാരത്തോടുകൂടെ ദൈവം മിസ്രൈമിലേക്ക് മോശയെ അയക്കുകയാ. ഹല്ലേലൂയ. മോശ മിസ്രൈമിൽ ചെന്ന് ആദ്യം തൊട്ടത് എവിടെയെന്നറിയാവോ? എവിടെ തൊട്ടത്?
10 അത്ഭുതങ്ങളിൽ ആമേൻ ഒന്നാമത്തെ അത്ഭുതം ഏതാ? നൈൽ നദിയിലെ വെള്ളം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. തീരുമാനം കണ്ടോ? തീരുമാനം കണ്ടോ? പ്രൈസ് ദി ലോർഡ്. പ്രതികൂലം കണ്ട് നീ തകരരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവം എടുത്ത തീരുമാനമാ, ഞാൻ നിന്നെ മിസ്രൈമിലേക്ക് അയക്കും. പ്രൈസ് ദി ലോർഡ്. നിന്റെ സഹോദര വർഗങ്ങൾ, നിന്റെ സമപ്രായക്കാരുടെ രക്തം കുടിച്ച ഫറവോന്റെ ആധിപത്യമുള്ള നൈൽ ദേവത ശക്തിയെ നീ അടിക്കണം. ഹല്ലേലൂയ. അതിനുള്ള നിയോഗം ഞാൻ തരുന്നു. ഇന്ന് പകൽക്കാലം ദൈവം നിന്നെ തെരഞ്ഞെടുത്തത് ചിലതിന് നേരെ കൈ ഓങ്ങാനാ, ചിലതിനെ ശാസിക്കാനാ, ചിലതിനെ തർജ്ജനം ചെയ്യാനാ. ഈ ദേശത്തിന് മേൽ കുടികൊള്ളുന്ന, നിന്റെ കുടുംബത്തിന് വിരോധമായി വ്യാപരിക്കുന്ന അന്ധകാര ശക്തിയുടെ മേൽ ഒരഭിഷേകം എന്റെ കർത്താവ് പകരുകയോ. ദൈവമൊക്കെ ശ്രദ്ധിച്ച്, ദൈവഹിതത്തിലേക്കുള്ള സ്റ്റെപ്പ് മനസ്സിലായോ? ദൈവഹിതത്തിലേക്കുള്ള സ്റ്റെപ്പ് മനസ്സിലായോ? ദൈവത്തിന്റെ കറക്റ്റ് ടൈമിലേക്കുള്ള ആ സ്റ്റെപ്പ് മനസ്സിലായോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോഴെടുക്കേണ്ട തീരുമാനം അപ്പോഴെടുത്തോണം. ഈ ആരാധനയിൽ ദൈവത്തിന്റെ ആത്മാവ് ചില നിയോഗം തന്ന് തീരുമാനമെടുക്കാൻ സമയം തന്നാൽ അത് അടുത്ത ഞായറാഴ്ചത്തേക്ക് മാറ്റരുത്. ഇപ്പോൾ തന്നെ ആ തീരുമാനമെടുക്കണം. അങ്ങനെ എടുത്തവരാണ് വളരുന്നത്. ഹല്ലേലൂയ. അങ്ങനെ തീരുമാനമെടുത്തവരാ ഉന്നതങ്ങളിലേക്ക് ഉയർന്നിട്ടുള്ളത്. ഇന്ന് പോലെക്കാലം ഉടയ്ക്കേണ്ടതിനെ ഉടയ്ക്ക്, യേശുവിന്റെ നാമത്തിൽ തകർക്കേണ്ടതിനെ തകർക്ക്, ആമേൻ, ചവിട്ടേണ്ടതിനെ ചവിട്ട്, യേശുവിന്റെ നാമത്തിൽ. നിന്റെ ഭാവിക്കെതിരെ, നിന്റെ നിത്യതയ്ക്കെതിരെ നിന്നെ ചുറ്റി വരിയുന്ന അന്ധകാര ശക്തിയെ തകർക്ക്, യേശുവിന്റെ നാമത്തിൽ. അതിന്റെ സമയം വന്നിരിക്കുന്നു. Hallelujah, 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 hallelujah. Ribaraba rabalaba shabadabaraba utamana managadaga shabala utabaraba uribalagadaga diradala utamanagadaga chudamanagadaga diradana aragadaga apparadala rigadagam darikara udalaba ചില ദുഷ്ട ശക്തികൾ ഉടഞ്ഞു മാറട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നാളുകളായി നിന്നെ ആമേ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില രോഗാത്മ ശക്തികൾ ഇന്ന് വലക്കാല യേശുവിന്റെ നാമത്തിൽ അത് അഴിഞ്ഞു പോകട്ടെ. ചുട്ടറബലഗടകസി യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മിസ്രൈമിൽ നിൽക്കുന്ന മോശയെ കാണും. ആ മോശയെ കണ്ടിട്ട് സൂതികർമ്മണി പറയുന്നത് കേട്ടോ, എന്റെ തീരുമാനം തെറ്റിപ്പോയില്ല, കറക്റ്റ് ആയിരുന്നു. മോശയുടെ അമ്മയുടെ തീരുമാനം കേക്ക്. ഞാൻ അവനെ കഷ്ടപ്പെട്ട് ഒളിപ്പിച്ചതും പെട്ടകത്തിൽ വെച്ചതും വെറുതെ ആയില്ല. ഹല്ലേലൂയ. ഫറവോന്റെ പുത്രി പറയുന്നത് കേക്ക്. ഞാൻ അവനെ വെള്ളത്തിൽ നിന്നും വലിച്ചെടുത്ത് മോശ എന്ന് പേരിട്ടത് വെറുതെ ആയില്ല. ഹല്ലേലൂയ. മോശ പറയുന്നത് കേക്ക്. പാപത്തിന്റെ തൽക്കാല ഭോഗത്തെ ഞാൻ വെറുത്ത് ക്രിസ്തുവിന്റെ ജനത്തോടുകൂടെ ക്രിസ്തുവിനെ നിന്ന വലിയ ധനമെന്നത് വെറുതെ ആയില്ല. ഹല്ലേലൂയ. ദൈവം പറയുന്നത് കേക്ക്. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിച്ച എൻ്റെ വൃതൻ. ഹല്ലേലൂയ. മിസ്രൈമിലെ ഫറവോന് ഞാൻ നിന്നെ ദൈവമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫറവോന് ഞാൻ നിന്നെ ദൈവമാക്കിയിരിക്കുന്നു. നിനക്ക് ഞാനൊരു പ്രമോഷൻ തരികയാ. ഇതിന് മീതെ ഒരു ഉയർച്ച നിനക്കില്ല. ഇന്ന് പകൽക്കാലം നീ ഭയപ്പെടുന്നതിന് മീതെ, നീ ആകുലപ്പെടുന്നതിന് മീതെ, നീ ക്ലേശിക്കുന്നതിന് മീതെ, നിന്റെ രോഗത്തിന് മീതെ, നിന്റെ സാമ്പത്തിക ക്ലേശത്തിന് മീതെ ദൈവം നിന്നെ ഉയർത്തുകയോ.
നാമത്തിനും മഹത്വം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഇത് എൻ്റെ തീരുമാനമാണ്. ഹല്ലേലൂയ. ആ തീരുമാനത്തിൻ്റെ മേൽ പ്രസാദിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ ദൈവമാ. എല്ലാ കണ്ണുകളും അടച്ച് യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. ഈ ഓരോ ശിരസിൻ്റെ മേലും ഈ വചനം ഞാൻ മുദ്ര വയ്ക്കുന്നപ്പാ. ഈ ഓരോ മക്കളുടെ മേലും ഈ വചനം ഞാൻ മുദ്ര വയ്ക്കുന്നു. ഈ ജനത്തിൻ്റെ തലമുറകളുടെ മേൽ ഈ വചനം ഞാൻ മുദ്ര വയ്ക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ഈ വചനങ്ങളാൽ ഇന്ന് പകൽ നമ്മെ ഐശ്വര്യമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ.